ഹലോ എവ്രി വൺ. നമ്മുടെ അവസാനത്തെ ഹ്യൂമൻ ഫിസിയോളജി സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നമ്മുടെ ബ്രെയിനിനെ കുറിച്ചും നെർവിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ ഒരു കിടിലം ക്വസ്റ്റ്യൻ ഉണ്ട്. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ഫ്ലോ ചാർട്ടുകൾ. ഇത് എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് ഈ ഫ്ലോ ചാർട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടുവായിട്ട് ആ 3 മാർക്ക് ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, സോ ആ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ 2 പ്രധാനപ്പെട്ട ഫ്ലോ ചാർട്ട് ഇത് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടേ പോകാവൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോ ചാർട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തെ കുറിച്ച്, ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. മക്കളെ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ ന്യൂറൽ സിസ്റ്റം 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, രണ്ടാമത്തത് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ഓക്കെ, ഒന്ന് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, രണ്ടാമത്തത് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ഇതിന് ഷോർട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെയും വിളിക്കാം, CNS എന്നും അടുത്ത് PNS എന്നും. ഓക്കെ, സോ CNS എന്നും PNS എന്നും ഇങ്ങനെ 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ തലൈവർ എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. അവിടെ വരുന്ന 2 പോർഷൻസ് ആണ്, ഒന്ന് ബ്രെയിനും ഒന്ന് സ്പൈനൽ കോഡും. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പൊ ഇത് രണ്ടും ചേരുന്നതിനെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലെ, തലൈവർ എന്ന് വിളിക്കുന്ന ഇവർ രണ്ടുപേരെയാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ന്യൂറോൺസ് എന്ന് പറയുന്നത്, നെർവ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് അഫറന്റ് ഫൈബേഴ്സും എഫറന്റ് ഫൈബേഴ്സും ആണ്. എന്താണ് ഈ അഫറന്റ് ഫൈബേഴ്സ്? അഫറന്റ് ഫൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ടിഷ്യൂവിലെ ഒരു ഇമ്പൾസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ തൊടുന്നു, അപ്പൊ ആ തൊടുമ്പോൾ അവിടെ നിന്നുള്ള ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ, അത് നേരെ എങ്ങോട്ടാ പോകുന്നത്? ബ്രെയിനിലേക്ക്. സോ ഏതെങ്കിലും ഒരു ടിഷ്യൂ ഓർ ഓർഗനിൽ നിന്നും നെർവ് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫൈബറുകളെ, നെർവ് ഫൈബറുകളെയാണ് അഫറന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അഫറന്റ് ടിഷ്യൂവിൽ നിന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? നമ്മുടെ ബ്രെയിനിലേക്ക്. സോ അങ്ങോട്ട് കൊണ്ടുപോകുന്നവരാണ് അഫറന്റ്. ഓക്കെ, അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അഫറന്റ് നെർവ് ഫൈബേഴ്സ് ആണ്. അതേസമയം നമ്മുടെ ബ്രെയിനിൽ നിന്ന് തിരിച്ചൊരു എന്തെങ്കിലും മോട്ടോർ നെർവ് വഴി, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഇങ്ങനെ കൈ വലിക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തിരിച്ചു വരുമല്ലോ, റെസ്പോൺസ്. ആ റെസ്പോൺസിനെ ബ്രെയിനിൽ നിന്നും നമ്മുടെ അഫക്റ്റഡ് ആയിട്ടുള്ള ഓർഗനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എഫറന്റ് നെർവ് ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. എഫറന്റ് നെർവ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് തിരിച്ച്, അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നും എങ്ങോട്ട്? നമ്മുടെ ടിഷ്യൂ ഓർഗനിലേക്ക് കൊണ്ടുവരുന്നവരാണ് എഫറന്റ് നെർവ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അഫറന്റും എഫറന്റും. ക്ലിയർ ആണല്ലോ? ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ PNS നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ANS എന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം SNS എന്നും. നെർവസ് സിസ്റ്റം ഓർ ന്യൂറൽ സിസ്റ്റം. ഓക്കെ, ഈ ഓട്ടോണോമസ് ന്യൂറൽ സിസ്റ്റത്തിനകത്ത് അഗൈൻ ഇറ്റ് കമ്പോസ്ഡ് ഓഫ് 2, ഒന്ന് സിമ്പത്തറ്റിക്, രണ്ടാമത്തേത് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റവും കൂടി ചേരുമ്പോഴാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ANS ഫോം ചെയ്യുന്നത്. കൂടുതലും ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഓട്ടോണോമസ് വിഭാഗം കൺട്രോൾ ചെയ്യുന്നത് ഈ നമുക്ക് നമ്മുടേത് കൺട്രോൾ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ, ലൈക്ക് നമ്മൾ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല, നമ്മുടെ ബ്രീത്തിങ് റേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റോ കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല, ഡൈജഷൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല. അങ്ങനെയുള്ള നോൺ വോളണ്ടറി ആയിട്ടുള്ള നമ്മൾ അറിയാതെ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരുപാട് റെസ്പോൺസ് നമ്മൾ തന്നെ അറിയാതെ ബോഡിയിൽ നടക്കുന്ന രോമാഞ്ചം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ കൂടി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? അടുത്ത് നമ്മൾ പോകുന്നത് 2ാമത്തെ ഫ്ലോ ചാർട്ടിലേക്കാണ്. അത് നമ്മുടെ ബ്രെയിനിന്റെ ഫ്ലോ ചാർട്ടാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്രെയിനിന്റെ ഈ ഫ്ലോ ചാർട്ടാണ്. ബ്രെയിനിന്റെ പ്രധാനമായിട്ടും 3 പോർഷൻസ് ആണുള്ളത്. ഒന്ന് ഫോർ ബ്രെയിൻ, രണ്ടാമത്തെ മിഡ് ബ്രെയിൻ, മൂന്നാമത്തത് ഹൈൻഡ് ബ്രെയിൻ. എന്താണ് ഫോർ ബ്രെയിനകത്തുള്ളത്? ഫോർ ബ്രെയിൻ ആണ് ഏറ്റവും വലിയ ഭാഗങ്ങൾ കമ്പോസ്ഡ് ആയിട്ടുള്ളത്. ലൈക്ക് സെറിബ്രം, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് സെറിബ്രം എന്ന് പറയുന്നത്. സോ സെറിബ്രം, ദെൻ തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്, ഇത്രയും ഭാഗങ്ങൾ ചേരുന്നതാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിൻ ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ചാനൽ, ഒരു ഡക്റ്റ് അതുവഴി പോകുന്നുണ്ട്. അതിനെ നമ്മൾ സെറിബ്രൽ അക്വിഡക്റ്റ് എന്ന് പറയും. അതിനേക്കാൾ ഉപരി അതിനകത്ത് 4 ചെറിയ സ്വെല്ലിങ്സ് ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോർപോറ ക്വാഡ്രിജെമിന. എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ അതാണ് അതിനകത്തുള്ള മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. സെറിബ്രൽ അക്വിഡക്റ്റും ഉണ്ടെങ്കിലും കോർപോറ ക്വാഡ്രിജെമിന എന്ന് പറയുന്ന 4 സ്വെല്ലിങ്സ് ആണ് മിഡ് ബ്രെയിനിന്റെ മെയിൻ കമ്പോണന്റ്. അടുത്തത് നമ്മുടെ ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് 3 പോർഷൻസ് ആണ്. ഒന്ന് സെറിബെല്ലം, അടുത്തത് പോൺസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മെഡുല്ല. സെറിബെല്ലം ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. അടുത്തത് പോൺസും മെഡുല്ലയും. ഇതിനകത്ത് ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മിഡ് ബ്രെയിൻ എല്ലാവർക്കും അറിയാലോ. ഈ പറയുന്ന മിഡ് ബ്രെയിൻ ഉണ്ടല്ലോ, ഈ മിഡ് ബ്രെയിൻ
along with the pons and medulla is called ബ്രെയിൻ സ്റ്റെം. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ബ്രെയിൻ സ്റ്റെം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല ഇത് മൂന്നിനെയും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ സ്റ്റെം. ഇതാണ് ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പോയിന്റ്സ് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ഫ്ലോ ചാർട്ട് ആണ്. മിക്കവാറും ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കുക. അപ്പോൾ ആ 3 മാർക്ക് നമ്മൾ ഇങ്ങ് എടുക്കുക അല്ലെ. സോ ബാക്കി പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഐ ആം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.